കയ്യേറ്റക്കാർ, വനം മാഫിയകൾ, ചന്ദന മാഫിയകൾ ഇവരെല്ലാം കൈയടക്കി വെച്ചിട്ടുണ്ട്. PS അച്യുതാനന്ദൻ മതികെട്ടാൻചോലയിലേക്ക് നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സാണ് പ്രായം. ദിവീഷ്, ഇതാ കേരളത്തിന്റെ പൊതുസ്വത്തായ ഭൂമി ചൂഷകർ, കയ്യേറ്റക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് തുറന്നു കാട്ടാൻ പൂയംകുട്ടിയിൽ മതികെട്ടാൻചോലയിൽ ഒറ്റയ്ക്ക് നടന്നു കയറിയ ആളാണ് PS അച്യുതാനന്ദൻ. യുവാക്കളായ ആളുകൾ കിതച്ച് ഇരുന്നു പോകുമ്പോഴും PS അച്യുതാനന്ദൻ ആ കിതപ്പ് അറിഞ്ഞിരുന്നില്ല. കയ്യേറ്റക്കാരെ, ഭൂസ്വാമിമാരെ, വനം കൊള്ളക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, PS അച്യുതാനന്ദൻ പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ ആ ഭൂസ്വാമിമാരെ നിലയ്ക്ക് നിർത്താൻ നിയമം നിർമ്മിച്ചു. PS അച്യുതാനന്ദനെ ഏറ്റവും അധികം വിമർശിക്കുന്നത് ഒരുപക്ഷെ ദിവീഷ് വെട്ടിനിരത്തൽ സമരത്തിന്റെ പേരിലായിരിക്കും. നെൽ കൃഷി സംരക്ഷിക്കാൻ എന്ന പേരിൽ മറ്റ് വിളകൾ നശിപ്പിക്കുന്നു എന്ന ആരോപണം 90കളിൽ വലിയ തോതിൽ മാധ്യമങ്ങളിൽ വന്നു. പക്ഷേ PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ 2008 കേരളത്തിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വരുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. നെൽവയലുകൾ സംരക്ഷിക്കുക, നെൽവയലുകൾ എന്നുള്ളത് കേരളത്തിന്റെ തണ്ണീർത്തടങ്ങൾ എന്നുള്ള നിലയിൽ ഭൂമിയുടെ വൃക്കകളാണ്. അത് കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനത്തിന് അനിവാര്യമാണ്. അത് കർഷക തൊഴിലാളിക്ക് അവരുടെ കൂലിക്കുള്ള ഉപാധി അല്ലെങ്കിൽ കർഷകന് നിലം എന്നുള്ളത് മാത്രമല്ല എന്ന നിലപാട്, അങ്ങേയറ്റത്തെ പരിസ്ഥിതി രാഷ്ട്രീയ നിലപാട് PS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അത് സംരക്ഷിക്കാൻ വേണ്ടി വെട്ടിനിർത്തൽ സമരം എന്ന ആക്ഷേപിക്കപ്പെട്ട നെൽവയൽ സമരത്തിന് നേതൃത്വം കൊടുത്തു അദ്ദേഹം. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം 2006-2011 VS സർക്കാരിന്റെ കാലത്താണ് നിയമമായത്. ഇപ്പോഴും ആ നിയമം നമുക്കറിയാം. ഇതുപോലെയുള്ള നിരവധി സന്ദർഭങ്ങൾ PS അച്യുതാനന്ദന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം 70കളിൽ നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വാർഡിൽ ഒരു വലിയ 4 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട വലിയൊരു വാർത്ത, അതും പോലീസുകാരാൽ ആക്രമിക്കപ്പെട്ട വാർത്ത. അദ്ദേഹം രായ്ക്ക് രാമൻ രാത്രി തന്നെ അവിടെ കുതിച്ചെത്തി പിറ്റേന്ന് ആ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്ന PS അച്യുതാനന്ദനെ നമുക്ക് 70കളിൽ കാണാം. അഴീക്കോടൻ രാഘവൻ തൃശ്ശൂരിൽ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അഴീക്കോടൻ രാഘവന്റെ മരണം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് PS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം സംസ്ഥാനത്തെ നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നാണ്. അതിവൈകാരികമായി അന്ന് ആലപ്പുഴയിൽ നിന്നുള്ള MLA VS അച്യുതാനന്ദൻ അഴീക്കോടൻ രാഘവൻ എന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തൃശ്ശൂരിൽ ചെട്ടിയങ്ങാടിയിൽ കുത്തിവീഴ്ത്തപ്പെട്ട രംഗം വിവരിച്ചത്. ഇങ്ങനെ VSനെ സംബന്ധിച്ച് VSന്റെ അനുപമമായ നിയമസഭാ പ്രസംഗങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ മതികെട്ടാൻചോലയിലും പൂയൻകുട്ടിയിലും എന്നുവേണ്ട സ്ത്രീത്വം അവഹേളിക്കപ്പെട്ട വേളയിൽ നമുക്കറിയാം നിരവധി കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെടാത്തതുമായ നിരവധി അഴിമതി കേസുകളുടെ പോരാട്ട നായകൻ VS അച്യുതാനന്ദനായിരുന്നു. ഇങ്ങനെ കേരളത്തിന്റെ സമൂഹത്തെ സമസ്ത മേഖലകളിലും മുന്നോട്ട് നയിച്ച പോരാട്ട വീര്യം എന്ന് നമുക്കൊരു വാചകത്തിൽ VS അച്യുതാനന്ദനെ പറയാം. ആ പോരാട്ട വീര്യം തന്നെയാണ് ഇന്ന് ആശുപത്രി സമീപത്തേക്കും അല്ലെങ്കിൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തേക്കിലും ഒക്കെ ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു എന്നത് ആ പോരാട്ട വീര്യത്തോടുള്ള നന്ദി സൂചകം കൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ.